ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് സീസൺ ഒന്നും അല്ലെങ്കിലും പ്ലം കേക്ക് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഒരു കേക്കാണ്. ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുത്തിയൊക്കെ നമുക്ക് വളരെ റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് നമുക്ക് അതുപോലെ റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 1.5 കപ്പ് സോഫ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു 6 മാസമായി റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് 1 സ്പൂൺ ഓറഞ്ച് മാർമലേഡും 1 സ്പൂൺ ബ്ലാക്ക് കറന്റ് ജാമും ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാം ചേർക്കാം കേട്ടോ. പൈനാപ്പിൾ ജാമോ മിക്സഡ് ഫ്രൂട്ട് ജാമോ ഒക്കെ ചേർക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്യാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര, നന്നായി ബീറ്റ് ചെയ്യണം. ബട്ടറും പഞ്ചസാരയും നന്നായി ബീറ്റ് ചെയ്തു. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട ഓരോന്നായി ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് എസൻസുകൾ ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്, 2 തുള്ളി പൈനാപ്പിൾ എസൻസ്, 2 തുള്ളി റം എസൻസ്, 2 തുള്ളി ഓറഞ്ച് എസൻസ്. ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് കാരമൽ സിറപ്പാണ്. അതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂൺ ബ്ലാക്ക് ജാക്ക് കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് ട്രീക്കിൾ സിറപ്പ്. ഇത് കുറച്ച് ഡേറ്റ് സിറപ്പാണ്. ഇത് ഓപ്ഷനിലാണ്, ചേർക്കണമെന്നൊന്നുമില്ല. 1 സ്പൂൺ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. 1 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. കേക്കിനൊരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചേർക്കുന്നത്. ഇനി
ഈ മൈദ 1.25 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1.25 കപ്പ് മൈദയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഇടഞ്ഞെടുത്തതാണ്. മൈദയുടെ കൂടെ 1 ടീസ്പൂൺ സ്പൈസ് പൗഡറും കൂടെ ചേർക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് മിക്സ്, ഇതിൽ 1 സ്പൂൺ 1.5 കപ്പുണ്ട്. 1 സ്പൂൺ ബ്ലാക്ക് കറന്റ് ജാമും 1 സ്പൂൺ ഓറഞ്ച് മാർമലേഡും കൂടി ചേർത്താണ് ഇത് നമുക്ക് മൈദയുടെ കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് നമ്മുടെ മൈദയും ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് കുറേശ്ശെ ഇതിനകത്തേക്ക് ചേർക്കാം. ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി സ്പാച്ചില വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഓവർ മിക്സ് ചെയ്യരുത്. നമുക്ക് ഈ നട്ട്സ് കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഒന്ന് ടാപ്പ് ചെയ്യാം.
ഇനി നമുക്ക് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഏകദേശം 1 മണിക്കൂർ വേണ്ടി വരും. ബേക്കിങ്ങിന് ശേഷം ഞാൻ ടൈം പറയാം. നമ്മുടെ കേക്ക് 1 മണിക്കൂർ കൊണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ മുറിക്കുന്നില്ല, നല്ല ചൂടാണ്. നാളെ മുറിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. പ്ലം കേക്കുകൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് മുറിക്കുന്നതാണ് നല്ലത്. എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ എല്ലായിടത്തും ഒരേപോലെ വ്യാപിക്കുള്ളൂ. നാളെ കാണാം. നമ്മുടെ കേക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല, അതിന് മുമ്പ് തന്നെ തിരക്കായിപ്പോയി. ഇത് കണ്ടോ, നല്ല മോയിസ്റ്റായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ഫ്രൂട്ട്സൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ആൻസിലെ കേക്ക് പോലെ അത്ര സോഫ്റ്റായിട്ടും മോയിസ്റ്റായിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.